അപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ വീഡിയോനെ പറ്റി പറഞ്ഞിങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ 3 മിനിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താ പറയുക, അത് 3 മിനിറ്റിൻ്റെ ഒരു 3 വീഡിയോ ഒക്കെ വെച്ചിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുറേശ്ശെ മതി, അത്രേ മനസ്സിരിക്കുള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തു, അതേ വ്യൂവേഴ്സ് സെക്കൻഡ് വീഡിയോ ഫുള്ളായിട്ട് കാണില്ല. 3 മിനിറ്റിൻ്റെ വീഡിയോ ഒരു 10 എണ്ണം ചെയ്താലും 10 വീഡിയോ, ഈ 10 ആദ്യം കണ്ട 10 ആളുകളും ആ 10 വീഡിയോ കാണുന്നില്ല, ആരൊക്കെയോ കാണുന്നു. ചിലപ്പോൾ കണ്ടെന്ന് വരട്ടെ, ഒരാളെങ്കിലും ചിലപ്പോൾ ആ 10 വീഡിയോ കണ്ടെന്ന് വരും. ഞാൻ 3 മിനിറ്റിൻ്റെ വീഡിയോ വെച്ചിട്ട് എനിക്ക് ചെയ്യണുള്ളൂ. അതിന് മുന്നേ അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂട്യൂബിൽ നിന്ന് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതല്ല. എൻ്റെ തലച്ചോറിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിക്കാൻ പോകുന്നതുമായ ചില അനുഭവങ്ങളുടെ പച്ചയായ നേർക്കാഴ്ചകൾ പറയുക, ഇത്രയല്ലേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. ബാക്കി അനുഭവം ഒന്നും ഇപ്പോൾ നമുക്കിതിൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ തള്ളി വിടുക എന്നറിയില്ലേ, തള്ളി വിടാൻ തന്നെ ഇതിൽ പറ്റുള്ളൂ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരൊക്കെ അഭിനയിക്കാൻ തന്നെ അവർക്ക് പണം ബേസ് ചെയ്തിട്ടാണ് അവരൊക്കെ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും അവർ ചില യൂട്യൂബ് വീഡിയോസോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ട്. സമയമില്ല മോഹൻലാലിനോ മമ്മൂട്ടിക്കോ പിന്നെ ക്യാമറയിൽ വന്നിട്ട് യൂട്യൂബ് വീഡിയോ ഒന്നും ചെയ്യാനുള്ള സമയമില്ല. പക്ഷെ പിന്നെയും ചില ടീമുകൾ, ഇപ്പോൾ പുതുമുഖ താരങ്ങളൊക്കെ ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരുണ്ട്, വീഡിയോസിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ ലാലേട്ടൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അവരുടെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്തോ ഏതെങ്കിലും ഒരു സമയത്തോ ചെയ്യുമ്പോൾ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിത് പണമാക്കിക്കൊണ്ടേയിരിക്കും, അവരുടെ സമയം അതിന് പണമാക്കിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ഒരു സാധാരണക്കാരനായ ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റാറൊക്കെ ആണെങ്കിൽ യൂട്യൂബ് വീഡിയോ ജസ്റ്റ് തരുമെന്ന് വെച്ചാൽ, ഒരു അവസരം തരുമെന്ന് വെച്ചാലൊക്കെ നമുക്ക് പിന്നിലിട്ട് തരും. അപ്പോൾ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ആരും അതിന് സമയം ചിലവാക്കാറില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 ടീം വടക്കുന്നാഥിൻ്റെ അവിടെ നിന്ന് എന്നിട്ട് സംസാരിച്ചപ്പോൾ അവർ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, അവരുടെ കാര്യങ്ങൾ കുറച്ച് എനിക്കും ഷെയർ ചെയ്ത് തന്നു. പിന്നെ ഒരു സബ്സ്ക്രൈബറെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകണം. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാനായിട്ട് മാത്രം ഇറങ്ങി തിരിച്ചാൽ ചിലർക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. അതെന്താ വെച്ചാൽ ഒരു ക്വാളിറ്റിയാണ്, അവരുടെ ഉള്ളിലുള്ള ക്വാളിറ്റി പുറത്തേക്ക് വരുന്നത്. അത് പിന്നെ യൂട്യൂബിൽ ക്വാളിറ്റിനേക്കാളും പ്രധാനം എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്രൈറ്റീരിയ. യൂട്യൂബ് തീരുമാനിക്കുന്ന ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസിന് കറക്റ്റായിട്ട് അവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ ചില കാര്യങ്ങൾ കറക്റ്റായി കഴിഞ്ഞാൽ യൂട്യൂബ് വരുമാനം തരും. ഇത്ര വ്യൂവേഴ്സ് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ വേണം, ഇതേ അവർക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഒന്നും കൂടെ ചെയ്യുക. കാരണം 3 മിനിറ്റ് ആയി. 3 മിനിറ്റിന് അപ്പുറത്തേക്ക് ഞാൻ ചെയ്യും.